ഒരു ദിവസം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകൾ കഴിഞ്ഞു പോവുകയാ, നമ്മുടെ വിഷയം ഇന്നും എത്തിയിട്ടില്ല. ശ്രദ്ധയോടെ കേൾക്കണേ, ശ്രദ്ധയോടെ കേൾക്കണേ. ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ചു നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചാൽ, എന്ത് ചെറിയ തിന്മകൾ അല്ലാഹു തആല നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാക്കിയാൽ അതെല്ലാം പടച്ചവനെ മാറ്റിത്തരും, അതിന് സംശയമില്ല. അങ്ങനത്തെ ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ദിവസം മഹാനായ നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. ഹബീബായ നബി തങ്ങളെ കാണാൻ വേണ്ടി വരികയാ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ റിപ്പോർട്ട് ചെയ്യുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ആ സമയത്ത് നോക്കുമ്പോ പൊന്നാര ഹബീബ് വല്ലാത്ത ദുഃഖത്തിലാ, വല്ലാത്ത പ്രയാസത്തിലാ. നബി തങ്ങളോട് വന്നിട്ട് മഹാനായ ജിബ്രീൽ എന്ന മാലാഖ ചോദിക്കുകയാ, ഇന്നല്ലാഹ യുഖരിഉക സലാം. നബിയേ, അല്ലാഹു അങ്ങക്ക് സലാം അറിയിച്ചിരിക്കുകയാ, അല്ലാഹു അങ്ങക്ക് സലാം ചൊല്ലിയിരിക്കുകയാ. എന്താ നബിയേ, അങ്ങ് വല്ലാത്ത ദുഃഖിതനാണല്ലോ. മാലി അറാക മഗ്മൂമാ, അങ്ങനെ വലിയ ഖിന്നനായിട്ട് കാണുകയാണല്ലോ, വല്ലാത്ത ദുഃഖം അങ്ങയെ വേട്ടയാടുന്നുണ്ടല്ലോ. അങ്ങക്ക് എന്ത് ടെൻഷനാ നബിയേ, അങ്ങക്ക് എന്ത് വിഷമമാ മുത്തു നബിയേ, അങ്ങ് ആരാ അങ്ങ് വേദനിപ്പിച്ചത്, ആരാണ് അങ്ങയെ സങ്കടപ്പെടുത്തിയത്, പറയൂ നബിയേ. ജിബ്രീൽ എന്ന സദീർഥ്യം ചോദിക്കുകയാ. ആ സമയത്ത് പൊന്നാര നബി തങ്ങൾ ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീൽ ഖദ് ത്വാല തഫക്കുരി ഫീ ഉമ്മത്തി യൗമൽ ഖിയാമ. എന്റെ ചിന്ത മുഴുവനും എന്റെ സമുദായത്തിന്റെ കാര്യമോർത്തിട്ടാ, പരലോകത്ത് അവരുടെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തിട്ടാ. എന്റെ ഹബീബീങ്ങളെ, എന്റെ മുഹിബീങ്ങളെ, ആശിഖീങ്ങളെ, ഹബീബായ നബി തങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ആശിഖീങ്ങളെ, ഹബീബീങ്ങളെ, മുഹിബീങ്ങളെ, ഒരു കാര്യം നിങ്ങൾക്കറിയണോ, അല്ലാഹുവിന്റെ റസൂൽ നമ്മളിൽ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്നറിയോ? എന്റെ പെണ്ണന്മാരെ, പർദ്ദ ധരിച്ചത് കൊണ്ടായില്ല, ഹിജാബ് ധരിച്ചത് കൊണ്ടായില്ല, രണ്ട് കണ്ണുകളെ മാത്രം പുറപ്പ് കാണിച്ചുകൊണ്ട് നടന്നത് കൊണ്ടായില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഹബീബിനോടുള്ള പ്രണയം മുട്ടിടട്ടെ. നിങ്ങളുടെ കൺകണ്ട ഭർത്താവിനേക്കാൾ, വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, അരുമ സന്താനങ്ങളെക്കാൾ, നിങ്ങളുടെ സുഖ സൗകര്യങ്ങളെക്കാൾ, നിങ്ങൾ ജീവനതുല്യം സ്നേഹിക്കുന്ന മാതാപിതാക്കളെക്കാൾ ഹബീബായ നബി തങ്ങൾ നിങ്ങൾക്ക് പ്രിയമാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത്തെ സ്നേഹമാർക്ക, എന്റെ പ്രിയപ്പെട്ടവനാണോ? അല്ല, എന്റെ ഹബീബിനാ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. എന്റെ ഹബീബ് കഴിഞ്ഞ